കെജ്രിവാൾ ഒരു രാമായണം എഴുതിയെന്ന് കേൾക്കണം. ആൾ മൊത്തത്തിൽ ഇപ്പോൾ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് പുതിയതായിട്ടുള്ള ചരിത്രങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളൊക്കെ തിരുത്തി എഴുതാനുള്ള ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം മൊത്തത്തിൽ രാമായണത്തിനെ പുള്ളി വളരെ ഇതായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണമാണ്? കെജ്രിവാൾ രാമായണം എഴുതിയിട്ടില്ല, പ്രസംഗിക്കുകയുണ്ടായി. പണ്ടത്തെ രീതിയിലാണ്. മുമ്പ് ഈ വാമൊഴിയായിട്ടാണല്ലോ പോകുന്നത്, മറ്റേ എഴുത്തൊക്കെ പിന്നീടാണല്ലോ. വാമൊഴിയായിട്ടാണ് പോകുന്നത്. കുറേ നൂറ്റാണ്ട് അങ്ങനെ പോകും, പിന്നെ എഴുതും. അതുപോലെ വാമൊഴിയായിട്ട് ഈ ആപ്പ് പ്രവർത്തകർക്ക്, ബുദ്ധി വിവരമൊന്നും ഇല്ലാത്തവരൊക്കെയാണല്ലോ, അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രസംഗിച്ച ഒരു രാമായണ ഭാഗം, അതായത് സീതയുടെ മുമ്പിൽ മാനായിട്ട് മാരീജൻ വരുന്നുണ്ടല്ലോ, രാവണൻ്റെ അമ്മാവൻ. ഈ മാരീജൻ വരുന്ന ഭാഗം സീതയെ പിന്നീട് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്, ആ ഭാഗം പ്രസംഗത്തിൽ പറഞ്ഞത് കെജ്രിവാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ശ്രീരാമൻ 14 വർഷം വനവാസത്തിലായിരുന്നു. ഒരു ദിവസം ശ്രീരാമൻ കാട്ടിൽ ഭക്ഷണം ശേഖരിക്കാൻ പോയി. സീതയെ ലക്ഷ്മണന്റെ കാവലിൽ വിട്ടു. ആ സമയത്ത് രാവണൻ സ്വർണമാനായി വന്നു. സീത ലക്ഷ്മണനോട് ഈ സ്വർണമാനിനെ പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എന്നോട് കാവലിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒരു ജോലിയും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സീത നിർബന്ധിച്ചു, മറ്റേ സ്വർണമാനിനെ എനിക്ക് വേണം. അപ്പോൾ സീതയെ അനുസരിക്കാം എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മണൻ അതിൻ്റെ പിന്നാലെ പോയി, ഈ സ്വർണമാനിൻ്റെ പിന്നാലെ പോയി. ആ സമയത്ത് രാവണൻ മറ്റേ സീതയെ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഈ പുതിയ അദ്ദേഹം ഇറക്കിയിട്ടുള്ള പുതിയ രാമായണം. रावण आया सोने का हिरण बन के आया कि नहीं आया? सोने का हिरण बन के आया. सीता मैया लक्ष्मण को बोली मेरे को ये हिरण चाहिए. ഇതിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് മാനായിട്ട് വന്നത് രാവണനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ രാവണനല്ല വന്നത്, വിട്ടു. അതെ, മാരീജന്റെ പേരേ ഇല്ല അതിൻ്റെ അകത്ത്, മാരീജനാണ് വന്നത്. പിന്നെ ശ്രീരാമൻ കാട്ടിൽ വിറക് ശേഖരിക്കാനോ ഭക്ഷണം ശേഖരിക്കാനോ ബലമൂലാദികൾ ശേഖരിക്കാനോ ഒന്നുമല്ല പോയത്. ശ്രീരാമൻ കാട്ടിൽ ഭക്ഷണം ശേഖരിക്കാൻ പോയി എന്നാണ് കെജ്രിവാൾ പറയുന്നത്. അങ്ങനെയല്ല, ശ്രീരാമനാണ് മാനിനെ പിടിക്കാൻ പോകുന്നത്. ആ സമയത്താണ് ലക്ഷ്മണനെ കാവല് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു കഥ 4-5 വരി പറയുമ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ വരുന്നു. ഇങ്ങനെയാണ് കെജ്രിവാൾ ഇപ്പോൾ ഈ രാമായണം പറഞ്ഞിരിക്കുന്നത്. ഇത് രാമൻ്റെ ഈ സഹായത്തിന് വേണ്ടിയിട്ടുള്ള കാട്ടിൽ നിന്നുള്ള വിളി കേട്ടിട്ടാണ് ലക്ഷ്മണനെ പിന്നീട് അങ്ങോട്ട് അയക്കുന്നതുമൊക്കെ. സഹോദരൻ ഇല്ലാത്ത, അപ്പോൾ രാമൻ്റെ ഒരു വിളി കേട്ടിട്ട് ലക്ഷ്മണൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ലക്ഷ്മണൻ അവിടെ ഇല്ലാതെ വരുന്നത്. അല്ലാതെ മാൻ്റെ പിന്നാലെ ഓടി ഇല്ലാതെ വരികയല്ല. ലക്ഷ്മണൻ രാമൻ്റെ വിളി കേട്ടിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇല്ലാതെ വരുന്നത്. ആ തക്കം നോക്കിയാണ് രാവണൻ മറ്റേ രൂപം മാറി വേഷം മാറിയൊക്കെ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ഹിന്ദുവാണ് ഈ കെജ്രിവാൾ എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങേര് അല്ലാത്ത സമയത്ത് സെക്കുലർ ആയിരിക്കും. തെരഞ്ഞെടുപ്പ് ഹിന്ദു, ഇലക്ഷൻ ഹിന്ദു എന്നാണ്. കാരണം തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് സാധാരണ പുള്ളി ഹനുമാൻ ചാലീസ് ചെല്ലുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാമല്ലോ, അമ്പലത്തിലൊക്കെ ഫ്രോഡാ. ഇലക്ഷൻ ഹിന്ദു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് ഈ ശരിക്കും ഹിന്ദുക്കളുടെ ഒരു വിശുദ്ധ ചിഹ്നമാണ്, പവിത്ര ചിഹ്നമാണ് ഈ സ്വസ്തിക. നമ്മളെ സംബന്ധിച്ച് ഒരു ചെരിഞ്ഞ സ്വസ്തികയാണ് ഈ ഹിറ്റ്ലറുടെ നാസി സ്വസ്തികയായിട്ട്. മറ്റേ വളഞ്ഞതും മുറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, കോണുകൾ ചെരിഞ്ഞതും ഒക്കെയാണ്. നമ്മുടെ സ്വസ്തിക അതല്ല. നമ്മളെ സംബന്ധിച്ചൊരു പവിത്ര ചിഹ്നമാണ്. പക്ഷേ അയാൾ 2019 ട്വീറ്റിൽ ഈ സ്വസ്തികയെ ആപ്പിൻ്റെ ചൂലുകൊണ്ട് തോൽപ്പിക്കാനായിട്ട് അടിക്കാൻ പോകുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ പവിത്ര ചിഹ്നങ്ങളെ പറ്റിയൊന്നും
അയാൾക്ക് ധാരണയില്ല. അയാൾ സ്വസ്തികയായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ BJPയുടെ ചിഹ്നവും മറ്റേ പുള്ളി വിചാരിച്ചു താമര പോലെ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ചാണ്. നാസികളുടെ സ്വസ്തികയും. സത്യത്തിൽ അത് സ്വസ്തിക എന്ന് തന്നെയല്ല അതിൻ്റെ പേര്. അതിൻ്റെ പേര് കുരിശ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു ഒരു പേരൊക്കെ ഇട്ടിരുന്നതും ആദ്യകാലത്തൊക്കെ. പിന്നീടാണ് ഈ ആര്യൻ സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്നിട്ട് അത് സ്വസ്തികയായിട്ടൊക്കെ മാറുന്നത്. അതൊരു കുരിശായിട്ട് തന്നെയാണ് അത് ചിഹ്നം ഉണ്ടാക്കുന്ന കാലത്തൊക്കെ കരുതിയിട്ടുള്ളത്. അതിന് സ്വസ്തികയായിട്ടൊരു ബന്ധവുമില്ല. ഇയാൾ നാസി ചിഹ്നമാണ് BJPയുടെ അല്ലത് ഹിന്ദുക്കളുടെയാണ് സ്വസ്തിക. BJPയുടെ ചിഹ്നം താമരയാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയും ധാരണയില്ല. ഇത് വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അങ്ങനെ സ്വസ്തികയെ ചൂലുകൊണ്ട് അടിക്കാനായിട്ടൊരു ചിത്രം കാർട്ടൂൺ പോലെ ഇയാൾ ഇട്ടപ്പോൾ 2024 ഏപ്രിൽ 16 ഇയാൾ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരുന്നു. രാമരാജ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്, ആപ്പിൻ്റെ രാമരാജ്യം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്തും ഈ തോന്നിയവാസമൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, രാമനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട്. രാമനോട് ഇയാൾക്കുള്ള സ്നേഹം പുതിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അയോധ്യയിലെ രാമക്ഷേത്രം പണിയെ ഇയാൾ എതിർത്തിരുന്നതാണ്. അത് ആ കാലത്തെ പ്രസ്താവനകളൊക്കെ നോക്കിയാൽ മതി. അത് സെക്യുലറിസത്തിന് വിരുദ്ധമാണ് ഈ ക്ഷേത്രം പണി എന്നൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ 2023 ഈ ജയിലിലായി കഴിഞ്ഞപ്പോൾ രാമനാമം ഇയാൾ ഉരുവിടാൻ തുടങ്ങിയിരുന്നു. രാമനാമം ഉരുവിടുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനു മുമ്പ് പിന്നെ കഴുത്തിൽ മറ്റേ ഹനുമാൻ ഇതിടാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കര കോടതിയോട് പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജേന്ദ്രപാൽ ഗൗതം ഇയാളുടെ മറ്റേ സാമൂഹ്യക്ഷേമ മന്ത്രി ഹിന്ദു ദൈവങ്ങളെ, ആപ്പിൻ്റെ സാമൂഹ്യക്ഷേമ മന്ത്രി രാജേന്ദ്രപാൽ ഗൗതം, ഡൽഹി മന്ത്രിയായിരുന്ന രാജേന്ദ്രപാൽ ഗൗതം ഹിന്ദു ദൈവങ്ങളൊക്കെ അപമാനിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. ഹിന്ദു ദൈവങ്ങളെ പറ്റി അയാൾ പറഞ്ഞതാണ്, അവർ ദൈവങ്ങളല്ല, ഞാൻ അവരെ ഒന്നും ആരാധിക്കാറുമില്ല. അത് കഴിഞ്ഞ് 2022 കരോൾ ബാഗിലെ അംബേദ്കർ ഭവനിൽ കുറേ പേര് ഈ ബുദ്ധമതത്തിലേക്ക് വരുന്നൊരു ചടങ്ങ് അവിടെ നടന്നിരുന്നു. ആ ചടങ്ങിലും ഈ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്ന പരിപാടി ആപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2020 ഇയാൾ ഹനുമാൻ ഭക്തനായിട്ട് വേഷം കെട്ടി അവിടുത്തെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി ഹനുമാൻ ചാലീസ ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഹനുമാൻ രാമൻ്റെ ആണല്ലോ, ഞാൻ ഹനുമാൻ ഭക്തനാണ്, അതുവഴി ഞാൻ രാമഭക്തനുമാണ് എന്ന് പറഞ്ഞിരുന്നു. അയോധ്യ ക്ഷേത്രത്തിൽ ഈ വൃദ്ധരെ കൊണ്ടുപോകാനുള്ളൊരു പദ്ധതി തയ്യാറാക്കും എന്ന് ഇയാൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് പറഞ്ഞിരുന്നു. വയസ്സായവരെയൊക്കെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു. പക്ഷെ പണ്ട് ഈ രാമക്ഷേത്രം പണിയുന്ന കാലത്ത് ആ രാമക്ഷേത്രം പണി എതിർത്തയാളാണ് കെജ്രിവാളും ഇയാളുടെ ഈ ആപ്പ് പ്രവർത്തകരുമൊക്കെ. 2014 ഈ ഹിന്ദുക്കളെ മുഴുവൻ അപമാനിച്ചതാണ്. എൻ്റെ മുത്തശ്ശി പോലും ഈ രാമക്ഷേത്രം പണി സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതാണ്. കാരണം ഒരു മതത്തിനെതിരെയാണ് ക്ഷേത്രം പണിയുന്നത്, പള്ളി പൊളിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി രാമക്ഷേത്രം പണിയെ അമ്മമ്മയുടെ പേര്, മുത്തശ്ശിയുടെ പേര് കൂടി പറഞ്ഞിട്ട്, മുത്തശ്ശി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇയാൾ ഓരോരുത്തരെ ഇങ്ങനെ ഉപയോഗിക്കുക. മുത്തശ്ശിയുടെ കാലഘട്ടത്തിൽ മുത്തശ്ശിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഈ പറഞ്ഞ പോലെ അത് നേരത്തെ അമ്പലമായിരുന്നു, അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതതെന്നും പള്ളി പൊളിച്ചിട്ടാണ് വീണ്ടും അമ്പലം വന്നതെന്ന്. അത് രണ്ടു തരത്തിലും ആകാം. മുത്തശ്ശിക്ക് കൂടുതൽ വിവരം ഉണ്ടായിരുന്നു, ഇയാളെ അംഗീകരിക്കില്ല എന്ന് പറയാം. അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒരു വിവരമില്ലായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായത് എന്നും വരാം, പറയാൻ പറ്റില്ല. സ്കൂള്, കോളേജ്, ആശുപത്രി, ഇതൊക്കെയാണ് ഈ അയോധ്യ ക്ഷേത്രം പണിയാനുള്ള പണം ഉണ്ടല്ലോ. ഇത് പൊതുവെ ഈ സെക്യുലറായിട്ടുള്ള ആളുകളുടെ വാദമാണ്. ഇപ്പോൾ പട്ടേൽ പ്രതിമ മറ്റേ ഗുജറാത്തിൽ ഒരു 3000 കോടിയോ മറ്റോ ചിലവാക്കിയിട്ടാണല്ലോ പട്ടേൽ പ്രതിമ ഉണ്ടാക്കുന്നത്. ആ പട്ടേൽ പ്രതിമ ഉണ്ടാക്കാനുള്ള 3000 കോടി കൊണ്ട് ചേരികളിലെ ആളുകൾക്ക് വീട് പണിത് കൊടുക്കാമായിരുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. ഈ പട്ടേൽ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രതീകമാണ്. പട്ടേലിനെ നെഹ്റുവിനും ഇഷ്ടമല്ലായിരുന്നു. പട്ടേലും നെഹ്റുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പട്ടേലാണെങ്കിൽ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുമാണ്. ഗാന്ധിയെ ആവശ്യമില്ലാതിരുന്നത് ആർക്കാണ്? നെഹ്റുവിനാണ്. ബാപ്പു പ്രത്യേകിച്ച് പട്ടേലിൻ്റെ ഒരു ആരാധനാപാത്രവുമായിരുന്നു.
അപ്പോൾ ഈ പട്ടേൽ പ്രതിമയ്ക്ക് മുടക്കിയ 3000 കോടി രൂപ അവിടെ 1.5 കൊല്ലം കൊണ്ട് ഈ ടിക്കറ്റും മറ്റുമായിട്ട് കിട്ടിക്കഴിഞ്ഞതാണല്ലോ അവിടെ നിന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് മുടക്കുന്ന പൈസ ഇപ്പോൾ അയോധ്യയിൽ തന്നെ ആഗ്രയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ അയോധ്യയിലാണല്ലോ വരുന്നത്. ഇത്തവണത്തെ കണക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ. അപ്പോൾ ഈ മുടക്കുന്ന കാശൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇപ്പോഴത്തെ കുംഭമേള 4 ലക്ഷം കോടി രൂപയാണ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നുണ്ട്, അതും കൂടി ഈ പറയുന്നവർ പറയണം. അത് പറയില്ല ഈ സെക്കുലറിസ്റ്റുകൾ. സ്കൂള്, കോളേജ്, ആശുപത്രി, എന്നിട്ടാണ് പറയുന്നത് ഞാൻ വൃദ്ധരെ ഇനി അയോധ്യ ക്ഷേത്രത്തിൽ ദർശനത്തിന് കൊണ്ടുവന്ന്. 2021 ജൂണിൽ സഞ്ജയ് സിംഗ് കുറെ കാലം ജയിലിലായിരുന്നല്ലോ. ഈ സഞ്ജയ് സിംഗ് ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു, ഈ ട്രസ്റ്റ്, അയോധ്യ ട്രസ്റ്റ് ഉണ്ടല്ലോ അമ്പലം ഉണ്ടാക്കാനില്ല, അവർ മൊത്തത്തിൽ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ ആളാണ് ഈ സഞ്ജയ് സിംഗ്. ട്രസ്റ്റിലൊക്കെ കൃത്യമായ ഓഡിറ്റിങ്ങും ഒക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളതാണത്. അല്ലാതെ ഇവർ ഈ മദ്യ നയം മാറ്റിയിട്ട് അഴിമതി ഉണ്ടാക്കിയ പോലത്തെ, അതായത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നവർക്ക് ബാക്കി എല്ലാവരും അഴിമതിക്കാരാണെന്ന് തോന്നും. അങ്ങനെയാണ് പറഞ്ഞത്. 2020 ജനുവരിയിൽ ഈ ഇടത് വിദ്യാർത്ഥികൾ ABVP വിദ്യാർത്ഥികളെ ആക്രമിച്ചു JNUവിൽ. ഇടത് വിദ്യാർത്ഥികൾ ABVP വിദ്യാർത്ഥികളെ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചപ്പോൾ ഈ കെജ്രിവാൾ ഒരു കാർട്ടൂൺ ഷെയർ ചെയ്തിരുന്നു, ഹനുമാൻ JNU കത്തിക്കുന്നതായിട്ട്. അതായത് ഇടതുപക്ഷ വിദ്യാർത്ഥികളെയാണ് JNU ഈ ഹനുമാനായിട്ട് ഇയാൾ കരുതിയിരുന്നതെന്നാണ് ആ കാർട്ടൂൺ കണ്ട ആൾ തോന്നുക. ഇത്രമാത്രം ഈ ബോധമില്ലാതെയാണ് ഇയാൾ ഈ ഹിന്ദു മതത്തിനെ എടുത്തുപയോഗിക്കുന്നത്. കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്താണ് എടുത്തെപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. 2020 തെരഞ്ഞെടുപ്പ് കാലത്ത് ഭഗവത്ഗീത ഇയാൾ തെറ്റായിട്ട് ഉദ്ധരിച്ചിരുന്നു. ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ഹിന്ദു ധീരനാണ്, പോർക്കളം വിടില്ല. ഭഗവത്ഗീതയിലുള്ളതായിട്ട് യഥാർത്ഥ ഹിന്ദു ധീരനാണ്, പോർക്കളം വിടില്ല എന്ന് അർജുനനെ ഭഗവാൻ ഉപദേശിച്ചായിട്ട്. ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്തും ഹിന്ദു എന്നുള്ള വാക്കില്ല. എന്നിട്ടാണ് ഇങ്ങനെ ഭഗവത്ഗീതയിലുണ്ട് എന്ന് കെജ്രിവാൾ പറഞ്ഞു. അത് ഭഗവത്ഗീതയൊക്കെ വല്ലപ്പോഴും മറിച്ച് നോക്കണ്ടേ? അതാണ് ആടെന്തറിഞ്ഞു അങ്ങാടി വാണു. അതായത് നമ്മൾ ഇപ്പോഴേ ചില നമ്മളെ നിയമസഭയിൽ രാജ്യസഭയിലൊക്കെ കാണുമല്ലോ, ചിലർ ബുക്കുമായിട്ട് വരുന്ന പോലെ തന്നെ പുള്ളി ഭഗവത്ഗീതയായിട്ട് നടപ്പ് മാത്രമേ ഉള്ളൂ. ഭരണഘടനയെ പിടിച്ചുകൊണ്ട് വരുമല്ലോ ചില നേതാക്കന്മാർ. ഭരണഘടന മുമ്പ് ഇവരേതോ ഒരു ചിന്തൻ ശിബിരം നടത്തിയപ്പോൾ ഇവർ കൊണ്ടു കിടക്കുന്ന ഒരു ചെറിയ പുസ്തകം ഉണ്ടല്ലോ ഭരണഘടന എന്ന് പറഞ്ഞു. അതല്ല ഭരണഘടന എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് കുറച്ച് വലിപ്പവും ഒക്കെ ഉള്ളതാണ്. ഇതൊന്ന് പത്രക്കാർ തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് കടലാസുകളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവർക്കറിയാവുന്ന ഭരണഘടനയുടെ അകത്തൊന്നുമില്ല. കാരണം ഈ ഇന്ത്യ മുന്നണിയാവുമ്പോൾ രണ്ടുപേരും ഏകദേശം ഇതേപോലുള്ള നാടകങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവുക. അതിന് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇല്ലല്ലോ, അതും പൊളിഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പുതിയ രാമായണവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കെജ്രിവാൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.